വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ ദൈവവചന ധ്യാനത്തോടുള്ള ബന്ധത്തിലായിരിക്കാൻ ഈ രാത്രിയിലും കർത്താവ് നമുക്കൊരുക്കിയ അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. സൂമിലും ഈ സഭാഹോളിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസനും വന്ദനത്തെ അറിയിക്കുന്നു. ദൈവവചന പഠനത്തിനായി, ധ്യാനത്തിനായി പ്രത്യേകം സമയം വേർതിരിക്കുവാൻ കർത്താവ് നമുക്ക് തരുന്ന താല്പര്യങ്ങൾക്കായി, അതിനുള്ള അവസരങ്ങൾക്കായി, സ്വാതന്ത്ര്യത്തിനായി ഞാനും കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സുവിശേഷത്തെക്കുറിച്ചാണ് ധ്യാനിച്ചത്. തെസ്സലോനിക്കർക്കുള്ള 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമായിരുന്നു ആധാരം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടിയായിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നുവെന്ന് അറിയുന്നുവല്ലോ. ഈ ഭാഗം ചിന്തിക്കുമ്പോൾ നമ്മളൊരു ലേഖനം, കഴിഞ്ഞ ആഴ്ചയിലും ഞാൻ പറഞ്ഞതാണ്, ലേഖനം പഠിച്ചു തീർത്തു എന്നുള്ള ഒരു ഉദ്ദേശമല്ല നമുക്കുള്ളത്. ദൈവവചനം ധ്യാനിക്കുമ്പോൾ അതിൽ നിന്നും നമ്മുടെ ആത്മീയ ജീവന് വളർച്ചയ്ക്ക് കാരണമാകുന്ന ഭാഗങ്ങൾ കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനാണ് നാം ശ്രമിക്കുന്നത്. സുവിശേഷം, ഞങ്ങളുടെ സുവിശേഷം. ഈ ഞങ്ങളുടെ സുവിശേഷം എന്ന് പറയുമ്പോൾ ദൈവവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവസഭയുടെ അടിസ്ഥാനപരമായ സന്ദേശമാണ് സുവിശേഷം. പൗലോസ് റോമാലേഖനം 1:14 ഞാൻ യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും വിവേകികൾക്കും കടക്കാരനായിരിക്കുന്നു എന്നുള്ള ഭാഗം നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിക്കുകയുണ്ടായി. അതിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയത്, ഈ എല്ലാ വിധത്തിലുമുള്ള ആളുകൾക്ക് പകരുവാൻ തക്കവണ്ണം ഒരു സന്ദേശം തൻ്റെ കയ്യിലുണ്ട്. അത് സുവിശേഷമാണ്. അവിടെ ഡെറ്റർ, കടക്കാരൻ എന്ന് പറഞ്ഞ ആ ഭാഗത്തിലൂടെ ആ വാക്ക് നമ്മൾ ധ്യാനിച്ചപ്പോൾ ഹീസ് അണ്ടർ ഓബ്ലിഗേഷൻ, ഞാൻ കടംപെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ സാധാരണ പറയുന്ന കടക്കാരൻ എന്നുള്ള വാക്ക് അല്ല. ഹീസ് അണ്ടർ കമ്പൽഷൻ, നിർബന്ധിതനാണ് സുവിശേഷം ഷെയർ ചെയ്യുവാൻ, നിർബന്ധിതനാണ്. യഥാർത്ഥത്തിൽ നമ്മളല്ലാതെ മറ്റൊരു വ്യക്തിയോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ സത്യം മറച്ചു വെക്കത്തില്ല. ആ വ്യക്തിയോട് കണ്ടിട്ട് ആ വ്യക്തിയുടെ ആ സ്ഥിതി നമ്മൾക്ക് പറയാൻ മനസ്സില്ല എങ്കിൽ നമ്മൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നില്ല എന്നർത്ഥം. നമ്മളോടാണ് സ്നേഹം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഉദാഹരണം ധ്യാനിക്കുകയുണ്ടായി. അതായത് അത്യാസന്ന നിലയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ നാം ചെന്ന് കാണുമ്പോൾ അവന് കൊടുക്കാനായി നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? സുവിശേഷമല്ലാതെ മറ്റൊന്നും അവനെ അന്ന്, ദൈവമില്ലാത്തൊരു മനുഷ്യന് രക്ഷിക്കില്ല. സുവിശേഷമല്ലാതെ മറ്റൊന്നും അവനെ സഹായിക്കത്തില്ല. പൗലോസ് അതുകൊണ്ട് തന്നെ പറയുന്നു, 3 പ്രധാനപ്പെട്ട പദങ്ങൾ നമ്മൾ ചിന്തിച്ചിൽ നമ്മൾ വായിച്ചു പോയതേ ഉള്ളൂ. ഒന്ന്, ഞാൻ സുവിശേഷത്തിൻ്റെ ഗ്രഹവിചാരകനാണ്. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുക ഒരു ഉത്തരവാദിത്വം. ഗ്രഹവിചാരകൻ എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു ഭാഗത്ത് കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗ്രഹവിചാരകന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 9:17 പൗലോസ് പറയുകയാണ്, ഐ എം എ സ്റ്റുവേർഡ് ഓഫ് ദിസ് ഗോസ്പൽ. ഞാൻ ഈ സുവിശേഷത്തിൻ്റെ കാര്യവിചാരകനാണ്. റോമർ 1:14 പൗലോസ് പറയുന്നു, ഞാൻ കടംപെട്ടിരിക്കുന്നു. ഐ എം എ ഡെറ്റർ, ഐ എം അണ്ടർ ഓബ്ലിഗേഷൻ. കൊലോസ്യ ലേഖനം 1:23 പൗലോസ് പറയുന്നു, ഞാൻ ഈ സുവിശേഷത്തിൻ്റെ ഒരു സെർവൻ്റാണ്, ഒരു മിനിസ്റ്ററാണ്, ഒരു ശുശ്രൂഷകനാണ്. ചോദ്യം നമ്മൾ ചോദിച്ചത്, മറ്റുള്ളവർക്ക് പകരുവാൻ തക്കവണ്ണം ഒരു സന്ദേശം നമ്മുടെ കയ്യിലുണ്ടോ? ഈ സുവിശേഷം നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യമായിട്ട് ഉണ്ടോ? അങ്ങനെയുള്ളവർ മാത്രമേ ഈ പീഡനത്തിന് മധ്യത്തിൽ നിൽക്കത്തുള്ളൂ. കാരണം നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണം ശരിയാണെന്നുള്ളതോട് മാത്രമേ പീഡനത്തിന് മുമ്പിൽ നിൽക്കുകയുള്ളൂ. പിന്മാറിപ്പോകുന്നവരുടെ അനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ലെറ്റ് ഗാഡ് ബി ദ ജഡ്ജ്. പക്ഷെങ്കിൽ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ എല്ലാം അറിഞ്ഞിട്ടായിരിക്കത്തില്ല. ഇപ്പം കോപ്റ്റിക് ക്രിസ്ത്യൻസിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഐസിസിൻ്റെ
ഞാൻ പലവട്ടം അത് പറഞ്ഞിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. കുറേ പേരെ ഇങ്ങനെ നിർത്തി അവർ തല വെട്ടുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടതാണ് ചില വർഷങ്ങൾക്ക് മുമ്പേ. അവർ കോപ്റ്റിക് ക്രിസ്ത്യൻസാണ്. നമ്മൾ പഠിക്കുന്നതൊന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പെരിഫറലായിട്ടുള്ള ഒരു വിശ്വാസമായിരിക്കാം, നമുക്കറിയില്ലല്ലോ അവരെക്കുറിച്ച്. പക്ഷേ ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി അവർ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയാണ്. അവർക്ക് പിന്മാറാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം ആ നാമത്തിൻ്റെ ശക്തി അവർ മനസ്സിലാക്കിയതാണ്, അവർ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തെക്കുറിച്ചൊരു ബോധ്യം നമുക്ക് അടിസ്ഥാനപരമായി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ നമുക്ക് മുമ്പോട്ടുള്ള യാത്രയിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ മറ്റുള്ളവർക്ക് കൊടുക്കാനായി അവൻ്റെ കയ്യിൽ ചിലതുണ്ട്. കാരണം സുവിശേഷം എന്ന് പറയുന്നത് ഒരു തിയറി അല്ല, ഇത് പ്രായോഗികമായി നമ്മൾ അനുഭവിക്കുന്ന അനുഭവമാണ്. ഇറ്റ് ഈസ് ഓൾസോ ആൻ എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസും മെസ്സേജും പൗലോസിനുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ കടക്കാരനാണ്. യവനന്മാർക്കും ബർബരന്മാർക്കും ബുദ്ധിഹീനർക്കും വിവേകികൾക്കും ഏത് വ്യക്തികളാണെങ്കിലും ഞാൻ ആ വ്യക്തിക്ക്, ക്രിസ്തുവില്ലാത്ത ഏതൊരു വ്യക്തിക്കും ഞാൻ കടക്കാരനാണ്. കഴിഞ്ഞ ആഴ്ചയിൽ 5 ചോദ്യം നാം ചോദിക്കുകയുണ്ടായി. അതിതാണ്: നാം എന്ത് വിശ്വസിക്കുന്നു നാം അറിയുന്നോ? നാം ആരെ വിശ്വസിക്കുന്നുവെന്ന് നാം അറിയുന്നോ? ഡു യു നോ whom you have believed? Do you know what you have believed? Then are you able to give a reason for your belief? അതാ പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് ന്യായവാദം ചോദിക്കുന്നവരോട് സൗമ്യതയുടെ ആത്മാവിൽ മറുപടി പറയുവാൻ തക്കവണ്ണം നമ്മൾ തയ്യാറായിരിക്കണം. അടുത്ത ചോദ്യം: ഹാവ് യു ലോസ്റ്റ് ദ ഫിയർ ഓഫ് ഡെത്ത് ആൻഡ് ഗ്രേവ്? മരണത്തെക്കുറിച്ചും ഉള്ള ഭയം മാറിയോ? കാരണം യഥാർത്ഥത്തിൽ ഈ സുവിശേഷം ഉള്ളിലുണ്ടെങ്കിൽ സുവിശേഷം പ്രദാനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മരണം നീങ്ങി എന്നുള്ളതാണ്. തിമോഥെയോസിൻ്റെ 2-1 അധ്യായത്തിൻ്റെ 10 വാക്യത്തിലുണ്ട്. നമ്മുടെ മരണം നീങ്ങുകയും ജീവനും അക്ഷയതയും നമുക്ക്, ഞാൻ പലപ്പോഴും അത് വായിച്ചിട്ടുണ്ടല്ലോ, 1:10, 2 ലേഖനം 1:10. ഇപ്പോൾ who abolished death and brought life and immortality to the light through the gospel. അപ്പോൾ ഗോസ്പൽ യഥാർത്ഥത്തിൽ പ്രസംഗിക്കപ്പെടുന്നിടത്ത് ഒരു വ്യക്തിക്ക്, യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഉറപ്പെന്താ? അവൻ്റെ മരണം നീങ്ങി, അവന് ജീവൻ ലഭിച്ചു, അക്ഷയത ലഭിച്ചു. ഈ അക്ഷയത എന്നുള്ളത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാ? തിമോഥെയോസിൻ്റെ 1 ലേഖനം 6 അധ്യായം 16 വാക്യം. താൻ മാത്രം അമർത്യത. അപ്പം മലയാളത്തിൽ അക്ഷയത, ഇവിടെ അമർത്യത, ഇംഗ്ലീഷിൽ 2 ഇമ്മോർട്ടാലിറ്റി. അപ്പം ദൈവത്തിന് മാത്രം ഉള്ള അമർത്യത, ദൈവത്തിൻ്റെ പുത്രൻ്റെ രക്തത്തിലൂടെ രക്ഷ പ്രാപിച്ച ഒരു ദൈവ പൈതലും ദൈവം ഓഫർ ചെയ്യുക. അത് ഓഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? സുവിശേഷത്തിലൂടെയാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ചോദ്യം, 4-ാമത്തെ ചോദ്യം, ഹാവ് യു ലോസ്റ്റ് ദ ഫിയർ ഓഫ് ഡെത്ത് ആൻഡ് ഗ്രേവ് എന്നുള്ള ചോദ്യത്തിന് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം യെസ് എന്ന് പറയും. ആർ യു റെഡി ടു മീറ്റ് യുവർ മേക്കർ? എന്നിട്ട് ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്നൊരു ആഹ്വാനം വചനത്തിലുണ്ട്. ഒരുക്കമുണ്ടോ എന്നുള്ളതാണ് നാം ചോദിക്കുന്നത്. അപ്പോൾ പൗലോസോട് പറയുന്നത്, ഷോ മീ എനി പേഴ്സൺ ഹു ഈസ് നോട്ട് ഇൻ ക്രൈസ്റ്റ്, ഐ ആം എ ഡെറ്റർ ടു ഹിം. ക്രിസ്തുവില്ലാത്ത ഏതൊരു മനുഷ്യനോടും ഞാൻ കടംപെട്ടിരിക്കുന്നു. മനുഷ്യരെ വിവിധ നിലകളിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ജെയിംസ് എഴുതിയേക്കുന്നത്. മോടിയുള്ളൊരു വസ്ത്രം ഒരാൾ ധരിച്ചുകൊണ്ട് വരുമ്പോൾ ആ പുള്ളിയെ കൊണ്ട് മുന്നേറുത്തുക, ബാക്കിയുള്ളവരോട് പറഞ്ഞത് എൻ്റെ കാൽ കീഴിയിരിക്കുക. ഇത് അന്നത്തെ ഒരു പ്രകൃതം, അന്നത്തെ ഒരു രീതി. അതിനെ നിശിതമായി എതിർത്തുകൊണ്ടാണ് പൗലോസ് എഴുതുന്നത്. ഇത് മനുഷ്യൻ്റെ കാഴ്ചപ്പാടാണ്. They categorize people according to nationality, culturally, intellectually, പിന്നെ സൊസൈറ്റൽ സ്റ്റാറ്റസ്,
പിന്നെ കളറ്, ലാംഗ്വേജ്, ആക്സെൻറ്റ്, ഇങ്ങനെ പിന്നെ വേണ്ട എല്ലാ നിലകളിലുമുള്ള കാറ്റഗറൈസേഷനുണ്ട്. പക്ഷെ ദൈവം ആരെയും അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല. മനുഷ്യൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ദൈവം ആരെയും സെപ്പറേറ്റ് ചെയ്യുന്നില്ല. ഏതൊരു വ്യക്തിയും ക്രിസ്തുവില്ലാത്തവന് ഈ സുവിശേഷം ആവശ്യമാണ്, അവനെ രക്ഷിപ്പാൻ പര്യാപ്തമാണ്. ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ യാതൊരു ഗുണവും കണ്ടിട്ടല്ല തിരഞ്ഞെടുക്കുന്നത്. ഒരു ഗുണവും കണ്ടിട്ടല്ല തിരഞ്ഞെടുക്കുന്നത്. അതിനാണ് പ്യുവർ ഗ്രേസ് എന്ന് പറയുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മളെ എങ്ങനെ തിരഞ്ഞെടുത്തതെന്ന് അവിടെ പറയുന്നുണ്ട്. അവിടെ അത് ഞാൻ ആ താഴോട്ട് വായിക്കുമ്പോൾ വെള്ളിയാഴ്ച കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു 15 മുതലുള്ള വാക്യം കോമായിട്ട് തന്നെയാണ് പോകുന്നത്. ഈ ഒറിജിനലും അങ്ങനെ തന്നെയാണ്. 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യം ഒറിജിനൽ ഒറ്റ വാക്യമാണ്. കാരണം ശ്വാസം വിടാതെ പൗലോസ് എഴുതി പോയവരുണ്ട്. കാരണം അത്രയ്ക്കും അനുഗ്രഹങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, അവനിൽ 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 എന്ന് പറഞ്ഞ് താഴോട്ട് വരുമ്പോൾ നിർത്തിയിട്ടില്ല. അതിനിടയിൽ അവിടെ പറഞ്ഞ 1-2 കാര്യങ്ങൾ. 9-ാമത്തെ വാക്യം, അവനിൽ താൻ മുൻ നിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം. പിന്നെ 5-ാം വാക്യത്തിൽ അവിടെ അതുപോലെ തന്നെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തു. അവിടെ ഒരു ബാഹ്യമായിട്ടുള്ള ഇൻ്റർവെൻഷനും അവിടെ ഇല്ല. നമ്മുടെ തിരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ തിരുഹിതത്തിന് അങ്ങനെ പ്രസാദം തോന്നി ലിജിയെ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ മനുഷ്യർ പറയാതെ ദൈവമേ അവനെയാണോ തിരഞ്ഞെടുക്കണമെന്ന് വേണേൽ ചോദിക്കാം. കാരണം എൻ്റെ ലൈഫ് അതായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞു ഞാൻ അവനെ തിരഞ്ഞെടുത്തു. തിരുഹിതത്തിനത് പ്രസാദമായി. അതുകൊണ്ടാണ് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ റോമാലേഖനത്തിൽ പൗലോസ് ചോദിക്കുന്നത്, ദൈവം നീതീകരിച്ചവനെ ആര് കുറ്റം വിധിക്കും? നീതീകരിക്കവൻ ദൈവം, കുറ്റം വിധിക്കുന്നവൻ ആര്? അപ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മനുഷ്യൻ്റെ കാഴ്ചപ്പാടിന് അതീതമാണ്. ദാവീദിനെ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റാർക്കും അത് തോന്നിയില്ലല്ലോ. ദാവീദിനെ തിരഞ്ഞെടുക്കാൻ തോന്നിയോ? അമ്മമാർക്ക് തോന്നിയോ? ഇല്ല. ഈവൻ ശമൂവേലിന് തോന്നിയോ? ശമൂവേൽ കണ്ടില്ല. ശമൂവേൽ ആദ്യം ഏലിയാബിനെ കണ്ടപ്പോൾ ഏലിയാബാണ് എന്നങ്ങ് തോന്നുക ശമൂവേലിന്. അത് മാനുഷികമായ തിരഞ്ഞെടുപ്പാണ്. ഇത് ഇന്നും കാണാം. ഏലിയാബാണെന്ന് പറഞ്ഞ് പതുക്കെ പുള്ളി ഈ തൈലക്കൊമ്പങ്ങ് ഒഴിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവം മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഇവരുടെ തിരഞ്ഞെടുപ്പിൻ്റെ കോൺസെപ്റ്റിന് വിരുദ്ധമാണ്. ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കിട്ടേണ്ടതിന് ഒരു കാര്യവും ഇവന് തിരിച്ച് ഫ്യൂച്ചറിൽ പറയാനില്ല. ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് എന്നെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് ഒരിക്കലും ആ വ്യക്തിക്ക് പറയാൻ സാധിക്കില്ല. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിലും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതകളെപ്പറ്റി പറയുന്നത് 28, അതിൽ യഹൂദനും യവനനൊന്നുമില്ല, ദാസനും സ്വതന്ത്രനൊന്നുമില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. അതാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ മഹത്വം. അവിടെ ഒരു ചോദ്യം പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ചോദിക്കാനുള്ളത്, ദൈവം ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല, നമ്മളാരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും വിധത്തിൽ നാം ആരെയെങ്കിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ടോ? ഇന്നത്തെ ഈ കാലത്ത് പാപത്തെ സംബന്ധിച്ചുള്ള ഡെഫിനിഷൻ തന്നെ വികലമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഇന്നിപ്പം സബ്ജക്റ്റീവായി മാറി. കാരണം സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തിപരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കുന്നത്, പാപം എന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഞാനത് ചെയ്തില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഞാനത് ചെയ്തില്ലല്ലോ. കർത്താവ് അതിനെ പൊളിച്ചെടുക്കുന്നുണ്ട്. എന്താണ്? പഴയ നിയമത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതാ?
വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ കൊല ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ ആ റൂട്ടാണ് കർത്താവ് ഹാൻഡിൽ ചെയ്യുന്നത്. അതിൻ്റെ വിശദീകരണമാണ് പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് കർത്താവ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ദൈവവചനം പാപത്തെക്കുറിച്ച് പറയുന്നത്? പാപം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയിൽ ഒതുങ്ങുന്നൊരു വിഷയമല്ല. അത് മനുഷ്യൻ്റെ ദുഷിച്ച ഒരു പ്രകൃതമാണ്. ഇറ്റ്സ് എ കണ്ടീഷൻ. ജനിക്കുന്ന ഏതൊരു വ്യക്തിയിലും അടങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതമാണ് പാപം. അപ്പം ഏക മനുഷ്യൻ്റെ പാപത്താൽ മനുഷ്യവർഗത്തിന് ലഭിച്ച ദുഷിച്ച ഒരു പ്രകൃതമാണ് പാപപ്രകൃതം. ഇവിടെ നമുക്ക് പലപ്പോഴും പല പ്രസംഗർ പോലും ഡിസീവ്ഡ് ആകാനുള്ള കാര്യം ഇതാണ്. ഈ ഭക്തിയുള്ള കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചു വളരുന്നവരുണ്ട്. അവർ ക്രിസ്തീയ ഭവനത്തിൽ തന്നെയായിരിക്കും ജനിച്ചത്, പക്ഷേ അവർ യേശു കർത്താവിനെ രക്ഷിതാവായി അവർക്ക് മനസ്സിലായിട്ടില്ല, അങ്ങനെ ഒരു അനുഭവം അവർക്ക് ഉണ്ടായിട്ടില്ല, നീതീകരിക്കപ്പെട്ടിട്ടില്ല, വിശുദ്ധീകരണത്തിൻ്റെ പാത അവർ നടക്കുകയില്ല. പക്ഷെങ്കിൽ കുറേ മോറൽ ആയിട്ടുള്ള ലോസിന് കീഴ്പ്പെട്ട് അവർ ജീവിക്കുക. ആരെയും അവർ എന്ത് ചെയ്യുന്നില്ല, അവർ ഉപദ്രവിക്കുന്നില്ല. ഭക്തിയുള്ള ഒരു ജനനം അവർക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ പാപത്തിൻ്റെ എക്സ്പോഷറൊന്നും അവർക്കുണ്ടായിട്ടില്ല. പാപപ്രവൃത്തിയിലേക്ക് അവർ പോയിട്ടുമില്ല. തിരുവെഴുത്ത് എന്താ പക്ഷേ പറയുന്നേ? റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23 പറയുന്നത് ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്തെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ വചനം പറയുന്നത് നാം എല്ലാവരും ജനിക്കുന്നത് ആദമിലാണ്. എന്തിനാ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ സുവിശേഷത്തിൻ്റെ പ്രാധാന്യതയൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. സുവിശേഷീകരണത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ, സുവിശേഷം മറ്റുള്ളവരോട് പറയുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും മാന്യൻ എന്ന് നമ്മൾ മനുഷ്യർ പറയുന്ന ഒരു വ്യക്തി പോലും ക്രിസ്തു ഇല്ല എങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം നിത്യ നരകം തന്നെയാണ്. അത് വചനം മുന്നോട്ട് വെക്കുന്ന ഒരു സത്യമാണ്. ഇത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. പലപ്പോഴും ഈ രക്ഷിക്കപ്പെടാത്ത അതിൻ്റെ ചില വാക്യങ്ങളുണ്ട്. റോമാലേഖനം 3:23 അതൊന്നും വായിക്കണ്ട. റോമാലേഖനം 5:12, 19 ഈ വാക്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ഈ നല്ല മനുഷ്യരാ എന്ന് നമ്മൾ പറയുന്ന ചില വാക്കുകളുണ്ട്. നല്ല മനുഷ്യരാണ്, നല്ല കുടുംബമാണ് നമ്മൾ പറയത്തില്ലേ, നല്ല മനുഷ്യരെന്ന് നമ്മൾ പറയത്തില്ല ചിലരെ കുറിച്ച്. ആയിക്കോട്ടെ, അവർ നല്ല മനുഷ്യരാണ്. പക്ഷെ വചനം എന്താണ് പറയുന്നത്? അതിനെക്കുറിച്ച് കർത്താവിൻ്റെ അടുത്ത ഒരു വ്യക്തി എന്നിട്ട് പറഞ്ഞു, നല്ല ഗുരു. ഇതേ വേർഡാണ് ഉപയോഗിക്കുന്നത്, നല്ല ഗുരു. അപ്പോൾ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ കർത്താവ് നല്ലൊരു ഗുരുവാണ്. ലൂക്കോസ് 18:18 വായിക്കാമോ? ഗുഡ് ടീച്ചർ, ഞാൻ എന്ത് ചെയ്താൽ എനിക്ക് നിത്യജീവൻ ലഭിക്കും? അപ്പം കർത്താവ് അതിന് മറുപടി കർത്താവ് പറയുന്നത് ഒരു വലിയ ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു സത്യം ഇവിടെ വെളിപ്പെടുത്തുക. എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ആൾക്കാർ പറയുന്നുണ്ട്, കർത്താവ് തന്നെ പറഞ്ഞില്ലയോ ഞാൻ നല്ലവനല്ല. അപ്പോൾ കർത്താവിന് എന്തൊക്കെ കുറവുണ്ടല്ലോ, അതുകൊണ്ടല്ലേ കർത്താവിനല്ലേ പറഞ്ഞത്. ഇത് വേറെ ആരും പറഞ്ഞില്ലല്ലോ, അപ്പോസ്തലന്മാർ പറഞ്ഞതല്ല. അതിന് യേശു എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ഇനി ആരാ നല്ലവരെന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഈ നല്ല ആൾക്കാരെന്ന് പറയുന്നവരോ? ശരി, അവർ നല്ലവരാണ്, പക്ഷെ ദൈവത്തിന് മുമ്പിൽ ഇവിടെ കർത്താവ് അപ്പം ഞാൻ നല്ലവനല്ലെന്ന് പറഞ്ഞതോ? ഇപ്പം നല്ല ഗുരു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കർത്താവ് അടുത്തത് പറഞ്ഞത് ദൈവമല്ലാതെ നല്ലവനില്ല. അപ്പോൾ ആർ യു affirming my divinity or confessing my divinity? Not affirming, confessing my divinity. നീ ഞാൻ ദൈവമാണെന്നാണോ പറയുന്നത്? കാരണം നീ നല്ലവനെന്നല്ലേ വിളിച്ചേ. മനുഷ്യൻ നല്ലവനല്ല, ദൈവമല്ലാതെ ആരും നല്ലവനില്ല. അപ്പം നീ എന്നെ നല്ലവനെന്ന് വിളിക്കുക വഴി
ഞാൻ നിൻ്റെ മശികയാണെന്നും ഞാൻ ദൈവമാണെന്നും ഞാൻ ദൈവപുത്രനാണെന്നും ആർ യു പ്രൊഫസിങ് ഇറ്റ്? അതാ കർത്താവ് ചോദിക്കുന്നത്. താഴോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ഭാഗം നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാ. നിത്യജീവൻ്റെ ഗേറ്റിൽ വന്ന് നിന്നിട്ട് ചോദിക്കുക, നിത്യജീവൻ ഇതാണോ? എന്നിട്ട് എന്ത് ചെയ്തു? കയറിയോ? തിരിച്ചുപോയി. അതാ വചനത്തിൽ പറയുന്ന, അനേകർ ശ്രമിക്കും പക്ഷെ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ശ്രമിച്ചുകൊണ്ടാണോ? അവിടെയാണ് കൃപ. അപ്പം നല്ലവൻ എന്ന് നമ്മൾ പറയുന്ന പലരും ദൈവത്തിൻ്റെ മുമ്പിൽ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ്. ഭാഗ്യവശാൽ നല്ലവരായതുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ നമ്മെ സന്ദർശിച്ചത് കൊണ്ടാണ് നാം ദൈവസന്നിധിയിൽ ഇപ്പോൾ ആയിരിക്കുന്നത്. ഇവിടെയാണ് മനുഷ്യൻ്റെ നീതി പ്രവൃത്തികളാണല്ലോ നമ്മൾ മറ്റുള്ളവരെ നല്ലവരെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പേ, മാസങ്ങൾക്ക് മുമ്പേ, ഗുജറാത്തിലെ ഒരു ബിസിനസ്സുകാരൻ, ഏറ്റവും ധനാഢ്യനായ ഒരു മനുഷ്യൻ, എൻ്റെ ഫോണിനകത്ത് സേവ് ചെയ്തിട്ടുണ്ട്. സ്വർണ്ണ വ്യാപാരിയാണ്, രത്ന വ്യാപാരിയാണ്. കോടിക്കണക്കിന് പൈസയുള്ള അവരുടെ 2 മക്കൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ജൈനമതം സ്വീകരിച്ച് സന്യാസത്തിന് പോയി. അപ്പോൾ പേരൻസും കുറേ വർഷം കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചു, ഞങ്ങൾക്ക് എന്തിനാ ഇത്? അവരും ഈ പണമെല്ലാം വെറുതെ ക്യാഷ് തന്നെ ആൾക്കാർക്ക് കൊടുത്ത് എല്ലാം എംപ്റ്റി ആയി. എന്നിട്ട് അവരും ഇവിടെ പോയി? സന്യാസത്തിന് പോയി. ഇങ്ങനെ നല്ല ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെങ്കിൽ ക്രിസ്തു ഇല്ലാത്ത എല്ലാ നല്ല ആൾക്കാരും ദൗർഭാഗ്യം എന്ന് പറയാൻ പറ്റത്തില്ല. വചനം പറയുന്നു, അവർ ക്രിസ്തു ഇല്ല എങ്കിൽ അവർ നിത്യ മരണത്തിന് യോഗ്യരാണ്. സ്തോത്രം. ഇപ്പോൾ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയാണെന്നറിയുമ്പോൾ ഓർക്കുക, ഒന്ന്, ഞാൻ അവരോട് കടംപെട്ടിരിക്കുന്നു. അവൻ ഒഫൻഡഡ് ആയോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. നമുക്ക് സത്യം പറഞ്ഞേ പറ്റുകയുള്ളൂ. അപ്പോൾ അത് പറയുന്ന രീതികളൊക്കെ ഉണ്ട്. ആവേശം കയറി ഫ്ലൈറ്റിനകത്ത് കയറി ചോദിക്കുക. പണ്ടൊരു കഥ കേട്ടതാണ്, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരു ദേവദാസൻ പ്രസംഗിച്ച് കേട്ടതാണ്. എങ്ങനെ സുവിശേഷം പറയണം എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു വിവേകമുണ്ട്, അല്ലേ? സത്യം പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പോൾ ഫ്ലൈറ്റിനകത്ത് കയറിയപ്പോൾ ഇവാഞ്ചലിസത്തിൻ്റെ സ്പിരിറ്റ് കയറി ചോദിക്കുകയാണ് എയർ ഹോസ്റ്റസിനോട്, ഇപ്പോൾ ഈ പ്ലെയിൻ പൊട്ടിത്തെറിച്ചാൽ, ബോംബ് വെച്ച് പൊട്ടിത്തെറിച്ചാൽ നിൻ്റെ നിത്യത നീ എവിടെ ചെലവഴിക്കും? ചോദ്യം ശരിയല്ലേ? നിൻ്റെ നിത്യത നീ എവിടെ ചെലവഴിക്കും? പക്ഷേ ഈ ബോംബെന്ന് പറയേണ്ട കാര്യമുണ്ടോ? അപ്പോഴേ അവരെന്താ വിചാരിച്ചു? അവരൊരു ത്രെറ്റായിട്ട് അതെടുത്തു. അപ്പോൾ നമുക്ക് അത് പറയുന്ന വാക്കുകളുണ്ട്, വിവേകമുണ്ട്. അത് കൂടുതൽ അറിയണമെങ്കിൽ കർത്താവിൻ്റെ ദാസനോട് ചോദിച്ചാൽ മതി. അതെങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം. പക്ഷേ സത്യം മറച്ചു വെച്ചൊരു അപ്രോച്ച് ഇല്ല, അല്ലേ? സത്യം പറഞ്ഞേ പറ്റുകയുള്ളൂ. കാരണം ഞാൻ ക്രിസ്തുവില്ലാത്ത ഓരോ വ്യക്തിക്കും ഞാൻ കടംപെട്ടിരിക്കുന്നു. അത് പൗലോസ് പറഞ്ഞത് നമുക്കുള്ള ആലോചനയാണ്. കാരണം ഗോസ്പൽ മാത്രമേ ഉള്ളൂ മനുഷ്യനെ രക്ഷിപ്പാൻ. ഒരേ ഒരു മരുന്ന്, ഞാൻ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പേ പറഞ്ഞു, ഒരു വയലിന് $45,000 വിലയുള്ള ഒരു മരുന്നുണ്ട്. ഒരു ചെറിയ വയൽ എന്നല്ല എന്ന് പറയുന്നത്, VIAL. അത് കിഡ്നി സംബന്ധമായ രോഗത്തിന് അക്താർ ജെൽ എന്ന് പറയും. അച്ഛനറിയായിരിക്കും. അത് മാത്രമേ ഉള്ളൂ. അപ്പം പണമുള്ളവർ അത് വാങ്ങുമോ ഇല്ലയോ? കാരണം ജീവൻ നിലനിർത്തണ്ടേ. കിഡ്നി സംബന്ധമായ രോഗമാണോ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ രോഗം? വചനം പറയുന്നു പാപമാണ് അവൻ്റെ ഏറ്റവും വലിയ രോഗം. അപ്പോൾ $45,000 കൊടുത്ത് ഇൻഷുറൻസ് കവർ ചെയ്യത്തില്ല. അങ്ങനെ വാങ്ങുന്നവരുണ്ട്, എനിക്കറിയാം. അത് ഉപയോഗിക്കുന്നവരുണ്ട്, എനിക്കറിയാം. ഇതാണ് പാപത്തിൻ്റെ ഏക പരിഹാരം. ഇത് ഫ്രീ ആണ്. പക്ഷേ അറിയാത്തവർ ഒരുപാട് പേര് വെളിയിലുണ്ട്. ഇത് നമ്മളിൽ ഉണ്ട് താനും. ക്രിസ്തു ഇല്ലാത്ത ഏതൊരു വ്യക്തിയോടും ഞാനും നിങ്ങളും കടംപെട്ടിരിക്കുന്നു, കടക്കാരാണ്.
ദ ഗോസ്പൽ ഈസ് ദ ഓൺലി മെസ്സേജ് ദാറ്റ് സേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവം പൂർത്തീകരിച്ച രക്ഷണ്യ പ്രവൃത്തി, അതിൻ്റെ സന്ദേശമാണ് സുവിശേഷം. മനുഷ്യൻ്റെ നീതിപ്രവൃത്തിയാണ് സുവിശേഷത്തിൻ്റെ അക്സെപ്റ്റൻസിന് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മൾ എന്ന് പറയുകയാണ് പാപി എന്നുള്ള ഒരു നിലയിലേക്ക് ഇത് മാറുമ്പോൾ, എന്താണ് കോൺവെർസേഷൻ മാറുമ്പോൾ അവർ പറയും ഞങ്ങളിതൊന്നും പ്രവർത്തിക്കുന്നതല്ല, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഹിന്ദുക്കളുടെ അടുത്ത് പോയി പറയാനല്ലേ പറയുന്നത്. മനുഷ്യൻ്റെ നീതി പ്രവൃത്തിയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് എന്താണ്. ചിലപ്പോൾ ഈ നീതി പ്രവൃത്തി നമ്മുടെ ഇടയിലും വന്ന് കയറത്തില്ലേ, നമുക്കും തോന്നത്തില്ലേ നമ്മുടെ പ്രവൃത്തി കാരണമാണ് നമുക്ക് ഇന്ന കാര്യങ്ങൾ ലഭിച്ചു എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരത്തില്ലേ. വെറുതെ കേട്ടോ, ഒരിക്കലും ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കുന്നത്, അത് വചനത്തിലുണ്ട്, ഞാൻ വെറുതെ പറയല്ല. അവന് മുമ്പേ എന്തെങ്കിലും കൊടുത്തിട്ട് എനിക്ക് തിരികെ താ എന്ന് പറയാൻ കഴിവുള്ളവൻ ആരുണ്ടെന്നാണ് ചോദിക്കുന്നത്. സകലവും അവനിൽ നിന്നും അവനാലും അവനിലേക്കും ആകുന്നല്ലോ, അവൻ എന്നേക്കും മഹത്വമാമേൻ. അപ്പോൾ ഒന്നും, ഒരാത്മീയ അനുഗ്രഹമാകട്ടെ ഭൗതിക അനുഗ്രഹമാകട്ടെ, ഒന്നും തന്നെ ദൈവത്തിന് മുൻപേറായി ഞാൻ കൊടുത്തതിൻ്റെ ഞാൻ ഇപ്പോൾ വാങ്ങുകയാണെന്ന് പറയാൻ കഴിയില്ല. എല്ലാം ദൈവകൃപയാണ്. മനുഷ്യൻ്റെ നീതിപ്രവർത്തികൾ തന്നെയാണ് ഈ സുവിശേഷത്തിൻ്റെ പ്രകാശനം അവൻ്റെ ഉള്ളിൽ പ്രാപിക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം. ഞാൻ പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ആ നീതിപ്രവൃത്തി കാണാം. അവൻ പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവനായി ദൈവസാന്നിധ്യത്തിൽ നിന്ന് ആട്ടി ഇറക്കപ്പെടും എന്നുള്ള ബോധ്യത്തിൽ അവൻ നിന്നപ്പോൾ ഓടിച്ചെന്ന് ദൈവമേ എന്ന് വിളിക്കുകയല്ല, അതിന് പകരം എന്താ ചെയ്ത് ആദ്യം ഉടുപ്പുണ്ടാക്കിയ ചെയ്ത്. ആ ഉടുപ്പ് കുറേ മണിക്കൂറുകൾ ഒരു പക്ഷെങ്കിൽ നഗ്നത മറച്ചിട്ടുണ്ടാവും. പക്ഷെ വെയിൽ വന്നപ്പോൾ അതെല്ലാം ചുരുങ്ങിപ്പോയി. അതപ്പോൾ പണ്ടത്തെക്കാളും വികൃതമായി അല്ലേ. ചുരുണ്ട ഉടുപ്പിട്ടുണ്ടാക്കുക ഇപ്പോൾ. അതാണ് മനുഷ്യൻ്റെ നീതി പ്രവൃത്തി. അതിനെക്കുറിച്ച് യെശയ്യാപ്രവചനം രമ്യാണെന്ന് തോന്നുന്നു. മനുഷ്യൻ്റെ പ്രവൃത്തികളെല്ലാം കറ പുരണ്ട തുണി പോലെ. അവിടെ കറ പുരണ്ട എന്ന് പറയുന്ന രക്തക്കറയെക്കുറിച്ച് ഉദ്ദേശിച്ചത്. രക്തക്കറ പുരണ്ട തുണി ഉടുത്തോണ്ടായാലും നടക്കൂ. അവിടെ അങ്ങനെ പറഞ്ഞേക്കുന്നത്. അതാണ് മനുഷ്യൻ്റെ നീതി പ്രവൃത്തി. പക്ഷെ ദൈവം അവിടെ തന്നെ കാണിക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. എന്താ? അതുകൊണ്ടാണ് പറഞ്ഞത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും ദൈവം എന്ത് ചെയ്തു എന്നാണ് കാണിക്കുന്നത്. എന്താ? മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. അതാ അവിടെ എല്ലാം കർത്താവിനെ കാണാം. ഒരു മൃഗത്തിൻ്റെ തോല് ഉടുവിച്ചു. ആരാ ചെയ്തേ? അങ്ങനെ തന്നെ പറയുന്നത്. ഇന്നാടാ ഉടുത്തോളം എന്നല്ല പറഞ്ഞേ. മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ആവശ്യമായത് ദൈവമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദൈവത്തെ രക്ഷകൻ, ഹീ ഈസ് ദ സേവ്യർ. അല്ലാതെ മനുഷ്യനെ കൊണ്ട് അളവെടുപ്പിച്ചിട്ട് നിൻ്റെ അളവെന്താ? 32. എന്നാൽ 32-ന് പാകമായിട്ടുള്ള ഒരു പാൻറ്റ് ഞാൻ തയ്ച്ചു തരാമെന്ന് പറഞ്ഞു കൊടുത്താണോ? ദൈവം അവനെ ഒടുവിച്ചു. ഈയിടെ ഒരു ദേവദാസൻ ഇതിനെക്കുറിച്ച്, അതായത് രക്ഷയോടുള്ള ബന്ധത്തിലുള്ള ചിലർ വിചാരിക്കുന്നത് ദൈവം തന്നെയാണ്, ചിലർ വിചാരിക്കുന്നില്ല വചനം എന്നാ പറയുന്നത് ദൈവമാണ് നമ്മെ രക്ഷിക്കുന്നത്. പക്ഷെ ചിലർ വിചാരിക്കുന്നത് എങ്ങനെ അറിയോ? മനുഷ്യനും ദൈവം തമ്മിലുള്ള ഒരു 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 ഇൻകോർപ്പറേഷൻ, രണ്ടുപേരും കൂടെ ചേർന്നാണ് രക്ഷ സ്വായത്തമാക്കുന്നത്. അതിനെക്കുറിച്ചൊരു ഒരാൾ ഉദാഹരണം പറഞ്ഞതേ, ഒരു ഭീരുവായ മനുഷ്യൻ കാട്ടിൽ കൂടെ നടന്നു പോകരുത്. ചോദ്യം ചോദിക്കരുത്, ഈ ഭീരുവായ മനുഷ്യൻ ഇങ്ങനെ കാട്ടിക്കൂടെ പോയെന്നൊന്നും ചോദിക്കരുത്. ഇതൊരു കഥയാണ്. ഭീരുവായ മനുഷ്യൻ കാട്ടിക്കൂടെ പോയപ്പോൾ ഒരു പുലി വന്ന് ചാടി. ഭാഗ്യവശാൽ ഒരു പെരുമ്പാമ്പ് ഈ പുലിയെ പിടികൂടി. കഥയല്ലേ, ഏത് കഥ വേണമെങ്കിലും. പെരുമ്പാമ്പ് പിടികൂടിയോടുകൂടെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. പക്ഷെ ഇവൻ പറഞ്ഞു നടന്നത് എന്താ അറിയാവോ? ആ പുലിയെ അവനാ കൊന്നെന്നാ. അപ്പോൾ ആരും വിശ്വസിക്കുന്നില്ല. അപ്പോൾ വിശ്വസിക്കാൻ വേണ്ടി പുള്ളി പറഞ്ഞു, ഞാനും പെരുമ്പാമ്പും കൂടെ കൊന്നേന്ന് പറഞ്ഞു. ഞാനും ഒരു പെരുമ്പാമ്പും കൂടെ ഒരു പുലിയെ കൊന്നു. ഇതാണ് മനുഷ്യൻ പറയുന്നത്, ഞാനും ദൈവം കൂടെ എന്നെ രക്ഷിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, മനുഷ്യന് സ്വയമായി രക്ഷിക്കപ്പെടാൻ കഴിയുമായിരുന്നെങ്കിൽ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കേണ്ട കാര്യമില്ലായിരുന്നു.
പാപത്തിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ, പാപം എത്രമാത്രം അധപ്പതിച്ച അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ട് ചെല്ലുന്നെന്ന് മനസ്സിലാക്കണം നമ്മൾ. ഞാൻ പറഞ്ഞല്ലോ, അതിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ നീതിപ്രവൃത്തിയാണ്. എനിക്കറിയാം പാപത്തിൻ്റെ ആഴം. ഹൗ wretched a person I was. ആഴം മനസ്സിലാക്കുമ്പോൾ മനസ്സിലാവും എനിക്ക് സ്വയം രക്ഷിക്കപ്പെടാൻ പറ്റുന്ന ഒരു കുഴിയല്ലിത്. പഴയ നിയമത്തിലൊക്കെ ഇതിൻ്റെ സിമ്പിൾ കാണാം. ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമത്തിലെ പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചല്ലേ, ഗോസ്പലിനെ പറ്റിയുള്ള, ക്രിസ്തുവിനെ പറ്റിയുള്ള പല സിംബളിസംസ് നമ്മൾ ടാബർനക്കിളിനകത്ത് കണ്ടു, സമാഗമന കൂടാരത്തിനകത്ത് കണ്ടു. അതിൻ്റെ ഡോറ് മുതൽ അതിൻ്റെ കൃപാസനം വരെയുള്ള എല്ലാ ഫർണിച്ചറും ക്രിസ്തുവിനെ പോയിൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ കളേഴ്സ് എല്ലാം ക്രിസ്തുവിനെ പോയിൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നാശകരമായ കുഴിയിൽ നിന്ന്. അപ്പോൾ നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ ഏതെങ്കിലും വലിയ പ്രശ്നത്തിന് നടുവിൽ താൻ ആയിരുന്നു എന്നുള്ളതായിരിക്കാം താൻ പറഞ്ഞതെന്ന് നമ്മൾ വിചാരിക്കും. ആയിക്കോട്ടെ, പക്ഷെ പരിശുദ്ധാത്മാവാണ് അത് എഴുതിയിരിക്കുന്നത് കൊണ്ട് അതിനകത്തൊരു ആത്മീയ അർത്ഥമുണ്ട്. നാശകരമായ കുഴിയിൽ നിന്ന് അവൻ എന്നെ കയറ്റി. ഒരു ലാഡർ ഇട്ട് തന്നു, ഞാൻ കയറി എന്നാണോ പറഞ്ഞത്? അവൻ എന്നെ കയറ്റി. ഉറപ്പുള്ള പാറമേൽ അവനെ നിർത്തി, ഗമനത്തെ സ്ഥിരമാക്കി. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമല്ലേ. വായിൽ പുതിയൊരു പാട്ട് തന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമെന്ന് പറയുന്നു. രണ്ടാമത്തെ തടസ്സം നീതിപ്രവൃത്തി. ഒന്നാമത്തെ ഇപ്പോൾ പാപത്തിൻ്റെ തന്നെ ഡെഫിനിഷൻ മാറുകയാണിപ്പോൾ. സത്യത്തിൻ്റെ ഡെഫിനിഷൻ മാറുകയാണിപ്പോൾ. സത്യത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത് എന്താ പ്രിയമുള്ളവരെ? പൂർണ്ണതയുള്ളതെന്നർത്ഥം. സത്യമാണെങ്കിൽ അത് പൂർണ്ണതയുള്ളതാണ്. ഈ പൂർണ്ണതയുള്ളതിനോട് എന്തെങ്കിലും ആഡ് ചെയ്താൽ അത് അപൂർണമായി മാറും, എന്തെങ്കിലും എടുത്തു മാറ്റി അത് അപൂർണമായി മാറും, എന്തെങ്കിലും ആഡ് ചെയ്താൽ അത് അഡൾട്രേറ്റഡായി മാറും. ഈ തിരുവെഴുത്തിനോടൊന്നും ചേർക്കണമെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. അതിൻ്റെ ശക്തിയെ കെടുത്തുന്നതാണ് അങ്ങനെയുള്ള കാര്യം. തിരുവെഴുത്തിനോടൊന്നും ചേർക്കേണ്ട കാര്യമില്ല, സുവിശേഷത്തോടൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ദൈവം പൂർത്തിയാക്കിയ മനുഷ്യൻ്റെ രക്ഷയുള്ള ബന്ധത്തിൽ ദൈവം പൂർത്തിയാക്കിയ, തൻ്റെ പുത്രനിലൂടെ പൂർത്തിയാക്കിയ രക്ഷണ പ്രവൃത്തിയുടെ സന്ദേശമാണ് സുവിശേഷം. അത് പറയുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇന്ന് രാവിലെ ഒരു ദൈവദാസൻ, ഏറ്റുമാനൂർ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസൻ, അവിടെ ഏറ്റവും കൂടുതലുള്ള ഹിന്ദുക്കളും ജ്ഞാനായ വിഭാഗത്തിലുള്ള ക്രിസ്ത്യാനികളുമാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ദേവദാസൻ എനിക്ക് ഒട്ടും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, കാരണം അദ്ദേഹം രോഗിയാണ്. ആ മനുഷ്യൻ രോഗിയാണ്. ഗിരീഷ് എന്ന് പറയും, ഞങ്ങളുടെ പ്രവർത്തിക്കുന്ന ദേവദാസനാണ്. പുതിയ സഭയുടെ പ്രവർത്തനം തുടങ്ങി, പക്ഷേ ആൾക്കാരൊന്നും വരുന്നില്ല. കാരണം ഇത് തിങ്ങിപ്പാർത്തിരിക്കുക. ഒരു സൈഡിൽ ഹിന്ദുക്കൾ, ഒരു സൈഡിൽ ജ്ഞാനായ ക്രിസ്ത്യൻസ്. എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഉത്തരവാദിത്വം അല്ല ഒരാളെയും രക്ഷിക്കുക എന്നുള്ളത്. നമ്മുടെ ഉത്തരവാദിത്വം ഈ സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ്. ദൈവസഭയോട് ആത്മാക്കളെ ചേർക്കുന്നത് ദൈവസഭയുടെ ഉടമസ്ഥനായ ഇവൻ്റെ തൊഴിലാണ്. അതങ്ങനെ തന്നെ അപ്പോസ്തലപ്രവൃത്തി പറയുന്നുണ്ട്. നമുക്ക് ഒരാളെ സഭാഹോൾ വരെ വിളിച്ചുകൊണ്ട് വരാം, പക്ഷേ അവനെ രക്ഷിക്കുന്നത്, ഈ സന്ദേശം കൊടുത്തു കഴിഞ്ഞാൽ വി ആർ സാറ്റിസ്ഫൈഡ്. കർത്താവേ, ഞാൻ ഈ വിത്ത് വിതച്ചിട്ടുണ്ട്, ഇതിന്മേൽ ഫലം കൊടുക്കുന്നത്, അവൻ്റെ ഹൃദയത്തോട് ഇടപെടുന്നത്. ലുദിയായുടെ ഹൃദയം തുറന്നത് പൗലോസ് അല്ല, ദൈവം, കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അത് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണല്ലോ. അതായത് പൗലോസ് പറഞ്ഞതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ തക്കവണ്ണം കർത്താവുടെ ഹൃദയം തുറന്നു. അങ്ങനെ ഒരു പ്രവൃത്തി ദൈവം ചെയ്തെങ്കിൽ മാത്രമേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സത്യവും പാപം ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. സത്യം എന്നുള്ളത് ഇപ്പോൾ സബ്ജക്റ്റീവായി മാറി. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യമായതാണ് എനിക്ക് സത്യം. അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? എൻ്റെ ലൈഫ് എക്സ്പീരിയൻസസ്, എനിക്ക് മനസ്സിലായത്. ഇതെങ്ങനെ ദൈവസഭയ്ക്കകത്ത് കയറിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഒരു തത്വചിന്തയാണ്, ഫിലോസഫിയാണ്. അതിനെപ്പറ്റി ഞാൻ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായത്, ദൈവസഭയ്ക്കകത്തോട്ട് ഇത് കൊണ്ടുവന്നിട്ടതാ. പക്ഷേ ഇതൊരു ഡെയ്നിഷ് ഫിലോസഫറായിട്ടുള്ള സോറൻ കെർക്ക്വാർഡ് എന്ന് പറഞ്ഞൊരു ഒരു 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 തത്വചിന്തകൻ്റെ തത്വചിന്തയായത് ദൈവസഭയുടെ ഉപദേശമായിട്ട് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്.
എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രൂ മീനിങ് ഓഫ് ട്രൂത്ത് ലൈസ് ഇൻ പേഴ്സണൽ കൺവിക്ഷൻ. വ്യക്തിപരമായിട്ടുള്ള മനസ്സിലാക്കൽ, അതായത് അനുഭവത്തിൻ്റെ ബേസിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു സത്യം, അതാണ് എൻ്റെ സത്യം. പക്ഷെ ബൈബിൾ അല്ലല്ല മുന്നോട്ട് കൊണ്ടുവരുന്നത്. ബൈബിൾ കൊണ്ടുവരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ എക്സ്പീരിയൻസോ മനുഷ്യൻ്റെ അനുഭവങ്ങളോ അതിനതീതമാണ് ദൈവവചനം മുന്നോട്ട് കൊണ്ടുവെക്കുന്ന സത്യം. കാരണം ബൈബിൾ പറയുന്നത് സത്യം പൂർണ്ണമാണെന്നാണ്. അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് മാറ്റമില്ലാത്ത ദൈവത്തിലാണ്. അതല്ലാതെ മനുഷ്യൻ്റെ എക്സ്പീരിയൻസിലല്ല സത്യം ഇരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ വെളിയിലോട്ട് പോയെന്ന് ചിലരോട് ചിന്തിക്കാൻ താല്പര്യമുള്ള, വായിക്കാൻ താല്പര്യമുള്ള ചിലരോടൊക്കെ സംസാരിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും, അവർ നമ്മൾ പറയുന്ന എല്ലാം കേട്ടിട്ട് അവരുടെ സത്യം ഇങ്ങോട്ട് പറയും. എന്നിട്ട് പറയും, നിങ്ങളുടെ സത്യത്തെ ഞാൻ ഒഫൻഡ് ചെയ്യുന്നില്ലല്ലോ, നിങ്ങൾ നിങ്ങളുടെ സത്യം കൊണ്ട് എൻ്റെ സത്യത്തെയും ഒഫൻഡ് ചെയ്യരുത്. ഫോർ ദം ട്രൂത്ത് ഈസ് സബ്ജക്റ്റീവ്. പക്ഷേ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ട്രൂത്ത് ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്പർജൻ എന്താ പറഞ്ഞറിയോ, സ്പർജൻ പ്രസംഗികൾ പ്രസംഗി എന്ന് മനുഷ്യർ അദ്ദേഹത്തെ പറയാറുണ്ട്. സ്പർജൻ പറഞ്ഞത്, നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഡിസേൺമെൻറ്റാണ്, വിവേചനം. വിവേചനം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും തെറ്റും ശരിയും തമ്മിലുള്ള വ്യത്യാസമാണ്. അല്ല, ശരിയും ഒട്ടുമുക്കാൽ ശരിയും തമ്മിലുള്ള വ്യത്യാസം കാണണമെങ്കിൽ ദൈവാത്മാവ് നമ്മിൽ വസിച്ചെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ഡിസേൺമെൻറ്റ് ഈസ് നോട്ട് ഓൺലി നോയിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ്, ബട്ട് ടു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് ഓൾമോസ്റ്റ് റൈറ്റ്. അതായത് പണ്ട് അപ്പച്ചന്മാർ പറയുന്ന ഉദാഹരണങ്ങളാണ്. ഈ 1 കിലോ പഞ്ചസാര എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമല്ലേ, അതിൽ നിന്ന് 5 ഗ്രാം അങ്ങോട്ട് എടുത്തു മാറ്റിയാൽ പിന്നെ 1 കിലോ എന്ന് പറയാൻ പറ്റുമോ? 995 ഗ്രാം. ഈ 5 ഗ്രാമേ മാറിയുള്ളല്ലോ എന്ന് വെച്ചിട്ട് 5 ഗ്രാം പാഷാണം അങ്ങ് ചേർത്താലോ, അപ്പോൾ 1 കിലോ ആയി, പക്ഷെ പഞ്ചസാര ആയില്ല. 5 ഗ്രാമല്ലേ ഉള്ളൂ. നമ്മൾ കാപ്പിക്കകത്ത് കലക്കുവോ? ട്രൂത്ത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് തിരുവെഴുത്തിലാണ്. തിരുവെഴുത്ത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദൈവത്തിലാണ്. ദൈവത്തിന് മാറ്റമില്ലാത്തതുകൊണ്ട് തിരുവെഴുത്തിന് മാറ്റമില്ല. അതുകൊണ്ടാണ് ബൈബിൾ മുന്നോട്ട് വെക്കുന്ന സത്യം ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ട സത്യമാണ്. അത് ആബ്സലൂട്ടാണ്, അത് 100%. ഇതാണ് സുവിശേഷം പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ കേട്ടോ ഇല്ലയോ, അവൻ ഒഫൻഡായോ ഇല്ലയോ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ഇത് അവതരിപ്പിച്ചേ പറ്റുകയുള്ളൂ, കാരണം ഞാൻ കടംപെട്ടിരിക്കുന്നു. ഇത് നിഷ്പക്ഷമാണ് സുവിശേഷം. സത്യം നിഷ്പക്ഷമാണ്, അബ്സല്യൂട്ടാണ്, പൂർണ്ണമാണ്, ഇൻഡിപെൻഡൻ്റ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസസ്. നമ്മുടെ എക്സ്പീരിയൻസ് മാറാം, കാരണം ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് വ്യത്യാസമാണ്. പക്ഷേ ദൈവവചനം എന്ത് പറഞ്ഞിരിക്കുന്നു? അതിനോട് നമ്മുടെ എക്സ്പീരിയൻസ് അലൈൻ ചെയ്യണം, അല്ലെ നമ്മുടെ മനോഭാവം അലൈൻ ചെയ്യണം. Truth that Bible proposes is rooted in the unchanging nature of God and is defined by the Scripture. Amen. യഥാർത്ഥ സുവിശേഷം പ്രഘോഷിക്കാതിരുന്നാൽ 2 ദോഷം ഉളവായി വരും. ഒന്ന്, നമ്മൾ എന്തുകൊണ്ടാണ് യഥാർത്ഥ സുവിശേഷം പ്രഘോഷിക്കാൻ മനുഷ്യൻ അല്ലെങ്കിൽ പ്രഘോഷിക്കുന്നവർ തയ്യാറാകാത്തതെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ മുഖഭാവമാണ്. കാരണം അവരത് അംഗീകരിക്കത്തില്ല. അപ്പം അതുകൊണ്ട് പ്രസംഗർ എന്ത് ചെയ്യും? ദ ഡൈലൂട്ടഡ്. ഇങ്ങനെ ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 2 കാര്യം ഉണ്ടാവും. ഒന്നാണ് എളുപ്പവിശ്വാസം. എളുപ്പവിശ്വാസത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഈ ഒരു പദം കേട്ടിട്ടില്ലെങ്കിലും ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈസി ബിലീവിസം എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം പറയാം, ഞാനിപ്പോൾ പറയുകയാണ് യേശു ദൈവപുത്രനാണെന്ന് നീ വിശ്വസിക്കുന്നോ എന്ന് ചോദിച്ചാൽ അവന് പറയാം വിശ്വസിക്കുന്നു പറയാം, അല്ലേ? അത് മെൻ്റൽ എഗ്രിമെൻ്റാ. നീ പാപിയാണെന്ന് നീ വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നു. ഈ പാപത്തിൽ നീ മരിച്ചാൽ നീ നരകത്തിൽ പോകുന്നു വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നു. ഇത് കൂടുതലെന്തോ വേണ്ടി? യേശു തൻ്റെ പാപത്തിന് പരിഹാരത്തിന് മരിച്ചു എന്ന് നീ വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നു. ഇതാണ് മെൻ്റൽ എഗ്രിമെൻറ്റ്.
അതായത് ഒരു പ്രകാശനം കിട്ടി. ഇങ്ങനെയുള്ളവരെ കുറിച്ച് എബ്രായ ലേഖനം 6:6 പറഞ്ഞിട്ടുണ്ട്, അവർ തിരിച്ചു പോകാൻ സാധ്യതയുള്ളവരാ, യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരല്ല. ഇതാണ് ഈസി ബിലീവിസം. റിപ്പൻറ്റൻസ് വേണ്ട, മാനസാന്തരം വേണ്ട, ജീവിതത്തിന് മാറ്റം വേണ്ട. രക്ഷിക്കപ്പെടാൻ താല്പര്യമുണ്ടോ? യേശു വരാറായി. ഇവനോട് യേശു വരാറായി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പക്ഷെ അതല്ല. ഇന്ന് നോക്കിക്കോ, ക്രൂസൈഡുകളും കൺവെൻഷൻ സ്റ്റേജുകളിലും ഈ കാർഡ് പൂരിപ്പിച്ചുള്ള പരിപാടികൾ ദൈവവചനത്തെ അടിസ്ഥാനമുള്ള അല്ല. രക്ഷപ്പെടണമെങ്കിൽ ഒന്ന് കാർഡ് പൂരിപ്പിച്ചാൽ മതി, ഒന്ന് കൈപൊക്കിയാൽ മതി, രക്ഷിക്കപ്പെട്ടു. ആ പുള്ളി 10 ഇന്ന് കൈപൊക്കുന്നുണ്ട്. ഈസി ബിലീവിസം എന്താണെന്നറിയാമോ? ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഗോസ്പലം കൊടുക്കും. കാരണം ഇവരിനി അടുത്ത ആഴ്ച വരണ്ടേ, ഒഫൻഡ് ചെയ്യാൻ തയ്യാറല്ല. പക്ഷേ ഈ കൈ വെച്ച് ഏൽപ്പിച്ചേക്കുന്ന ഉത്തരവാദിത്വം ഇത് മാത്രമേ ഉള്ളൂ മരുന്ന്. അപ്പോൾ അത് ഡയലൂട്ട് ചെയ്ത് കൊടുക്കുന്നതിലൂടെ സംഭവിക്കുന്ന ഒന്നാമത്തെ തടസ്സം. അതുകൊണ്ട് എന്താ പറയുക, നമ്മൾക്കിപ്പോൾ സുവിശേഷം പറയാൻ താല്പര്യമുണ്ടെങ്കിൽ സേ ദ ട്രൂത്ത്, സത്യം പറയുക. ദൈവവചനം ഇതാ മുന്നോട്ട് പോകുന്നത്, വചനത്തെ പിടിച്ചോ. വചനം ഇതാ പറയുന്നേ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ എല്ലാവരും മരണത്തിന് യോഗ്യരാ. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്ന് ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണ സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഇതാ വചനം മുമ്പോട്ട് വെക്കുന്നേ. ഈസി ബിലീവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ചു, യേശു ഇങ്ങനെ കുറച്ച് ഏറ്റുപറച്ചിൽ നടക്കുമ്പോഴത്തേന് സംഭവിക്കുന്നത് എന്താ? അവൻ വിശ്വസിച്ചു, അവൻ സഭയിൽ വന്നു, ഇനി അടുത്ത എന്തോന്ന് ചോദിച്ചാണ്ടാ വരുന്നത്? സ്നാനപ്പെട്ടാൽ മതി. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തിരിച്ചു പോയി രക്ഷിക്കപ്പെടുമോ? 2 വർഷം 3 വർഷം 4 വർഷം കഴിയുമ്പോഴത്തേന് അവൻ സെക്രട്ടറിയായി, ഖജാൻജിയായി. പുള്ളിയെ ഇനിയിപ്പോൾ ആര് തിരുത്തും? പാപബോധം ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. ഇതിൻ്റെ രണ്ടാമത്തെ എക്സ്ട്രീമാണ് പരീശഭക്തി, ലീഗലിസം. വിശ്വസിച്ചാൽ മാത്രം പോരാ. അതാണ് ഗലാത്യ സഭയിൽ നടന്നത്. ജാതികളിൽ നിന്ന് ഒരാൾ വന്ന് യേശു കർത്താവിലൂടെയുള്ള രക്ഷ കരഗതമാക്കുമ്പോൾ എന്തുമാത്രം ഭാരം അതിൻ്റെ പിന്നിലുണ്ട്. പൗലോസ് മൂപ്പന്മാരെ വിളിച്ച് കരഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 19. ഒരു ദൈവ പൈതലായി ഒരുവൻ സഭയിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ പിന്നിലെ അധ്വാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവാണ് മുതൽ മുടക്കിയതെങ്കിലും ഈസിയാണോ ഒരാൾ വരുന്നത്? ഓടിക്കേറി വരുവാണോ? എത്രയോ നാളുകൾ കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയല്ലേ. അങ്ങനെ ദൈവസന്നിധിയിൽ വന്ന ഒരാളെ ലീഗലിസം, വിശ്വസിച്ചാൽ മാത്രം പോരാ, പരിച്ഛേദന കൂടെ വേണമെന്ന് പറഞ്ഞ് തെറ്റിച്ചപ്പോൾ അതാണ് ലീഗലിസം, നിയമവാദം. അതായത് എന്താ പരീശന്മാരുടെ പ്രശ്നം? എന്താ? അവർ തുടങ്ങിയത് നല്ലതായിട്ടാണ് തുടങ്ങിയത്. ദൈവത്തിന് വേണ്ടി നമുക്ക് നിൽക്കണം. പിന്നെ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 613 കൽപ്പനകൾ കൂടാതെ ഈ കൽപ്പനകളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ കൽപ്പനകൾ അവരോട് അങ്ങ് ചേർക്കുക. അപ്പം ശബത്ത് കൽപ്പനയാണെങ്കിൽ ശബത്തിൽ എത്ര സ്റ്റെപ്പ് വെക്കാമെന്ന് ഇവർ പറഞ്ഞു തുടങ്ങി. എന്താ ഒരു ഉദ്ദേശം? എന്തുവാ? കൽപ്പനയെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ദൈവത്തിൻ്റെ കൽപ്പനയാണോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഇത് കേരളക്കരയിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ചിലരൊക്കെ ഇരുന്നിട്ട് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇത് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിലോ? പണ്ടേ അറിയാമായിരുന്നല്ലോ ഇത് വചനത്തിലില്ലാതെ വന്നു. ഇങ്ങനെ ഓരോന്ന് കാലക്രമേണ തിരുത്തിയത് കൊണ്ട് എന്താ കാര്യം? അതാ ഞാൻ പറഞ്ഞ സ്റ്റിക്ക് വിത്ത് ദ ട്രൂത്ത്. ഇതിനോട് ആഡ് ചെയ്യേണ്ട. പരീശഭക്തി പാടില്ല. നമ്മുടെ ലോസും കൊണ്ട് ദൈവവചനത്തെ സംരക്ഷിക്കാൻ പറ്റത്തില്ല. ഇത് മാനിപ്പുലേറ്റ് ചെയ്യുക, അഡൾട്രേറ്റ് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്താ? കർത്താവിനെ അറിയാത്ത ഒരു സമൂഹം, യഥാർത്ഥത്തിലുള്ള ആത്മനിറവില്ലാത്ത ഒരു സമൂഹം ആയിട്ട് മാറി. അതിനിടയിൽ കുറേ പേര് കിടന്ന് സ്ട്രഗിൾ ചെയ്യുക, കുറേ ദൈവദാസന്മാരും ദൈവമക്കളും. അപ്പം ഈസി ബിലീവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങി പോരെ, എല്ലാം ശരിയായിക്കോളും. മറു സൈഡിൽ ലീഗലിസം. ഇതല്ല പൗലോസ് പറഞ്ഞേ. പൗലോസ് എന്ന് പറഞ്ഞു ക്രൂശിക്കപ്പെട്ട യേശുവിനെ കുറിച്ച് പറഞ്ഞു.
അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൽ അത് എഴുതിയിട്ടുണ്ട്. എന്താ പൗലോസ് പറയുന്നത്? എഴുതിയിട്ടുണ്ട്. ക്രിസ്തു കഷ്ടം അനുഭവിക്കും, മരിച്ചവർ ഒരുത്തൊക്കെ ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചുകൊണ്ടേയിരുന്നു. ഇതല്ലാതെ വേറെ ഒരു പരിപാടിയില്ല. 2 തടസ്സങ്ങളാണ്. ഒന്ന് മനുഷ്യൻ്റെ ഓഫൻസ്, 2 മനുഷ്യൻ്റെ പ്രശ്നം. ഇപ്പോൾ ഒരാളിപ്പോൾ രോഗിയായിട്ട് വരുമ്പോൾ ആ രോഗത്തെ ടാർഗറ്റ് ചെയ്താൽ സുവിശേഷം പറയാൻ വിട്ടുപോകും. സുവിശേഷം പറഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ രോഗം മാറിയില്ലെങ്കിലും രോഗത്തോടുള്ള അവൻ്റെ പെർസ്പെക്റ്റീവ് മാറും. എന്താ പെർസ്പെക്റ്റീവ് മാറാൻ കാര്യം എന്തുവാ? റോമാലേഖനം 8 അവൻ വരുമ്പോൾ മനസ്സിലാവും, വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. മാത്രമല്ല, ഇതേ ശരീരത്തിലല്ല എന്നെ രൂപാന്തരപ്പെടുത്തുന്നത്. ആത്മാവെന്ന ആദ്യദാനം പ്രാപിച്ചിരിക്കുന്ന ഞാനും എൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തിരുന്നുകൊണ്ട് ഞാൻ ഉള്ളിൽ ഞരങ്ങുകയാണ്. ഈ പ്രത്യാശയല്ലോ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, കാണുന്ന പ്രത്യാശയല്ല പ്രത്യാശ. അപ്പം മാർക്കോസ് സുവിശേഷം എഴുതിയിട്ടുണ്ട് കേട്ടോ. സുവിശേഷം ശിഷ്യന്മാർ ഷെയർ ചെയ്തിടത്തൊക്കെ ദൈവം കർത്താവ് അവരോട് കൂടി ഇരുന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിക്കും. അതില്ലെന്നല്ല ഞാൻ പറഞ്ഞേ. പക്ഷേ ഒരു പ്രസംഗൻ്റെ ഫോക്കസ് എന്തായിരിക്കണം? അവൻ്റെ ആത്മരക്ഷയായിരിക്കണം. കാരണം പ്രസംഗനല്ലല്ലോ എന്തായാലും അത്ഭുതം ചെയ്യുന്നേ. പ്രസംഗനോട് പറഞ്ഞേക്കുന്നത് എന്താ? ഈ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. ഈ സുവിശേഷം അറിയിക്കുക. ഇങ്ങനെ പറഞ്ഞപ്പോൾ സംഭവിച്ചെന്താ? പൗലോസ് അവിടെ ഒന്നും അഡൾട്രേറ്റ് ചെയ്തില്ല, വേറെ ഒന്നും പറഞ്ഞില്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അവിടെ ഉയർത്തിയപ്പോൾ അവരിൽ ചിലർ ഭക്തിയുള്ള യവനന്മാർ. ഈ അവരിൽ ചിലർ എന്നുള്ളത് യഹൂദന്മാരാണ്. കാരണം ഇത് സിനഗോഗിലാണ് പ്രസംഗിക്കുന്നത്. അവരിൽ ചിലർ വിശ്വസിച്ചു. പിന്നെ ഭക്തിയുള്ള യവനന്മാർ വിശ്വസിച്ചു. പിന്നെ ഒരു വലിയ കൂട്ടം വിശ്വസിച്ചു. പിന്നെ മാന്യ സ്ത്രീകൾ അനേകർ വിശ്വസിച്ചു. കണ്ടോ? ഇതാണ് ഇത് ആരാ ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ? ആർക്കാ? പൗലോസിനാണോ? പൗലോസിന് ക്രെഡിറ്റ് ഉണ്ട്. എന്താ അറിയാമോ? ഹി ഡിഡ്ന്റ് മാനിപ്പുലേറ്റ് എനിത്തിങ്. ഈ ആളെ ചേർക്കാൻ വേണ്ടി പുള്ളി ഒന്നും ചെയ്തില്ല. ഹി ജസ്റ്റ് പ്രീച്ച്ഡ് ദ ഗോസ്പൽ ആസ് ഈസ്, ഉള്ളതുപോലെ. ഈ ഗോസ്പലിൻ്റെ ഡിഫൻസ് കാണണമെങ്കിൽ പൗലോസിനെ കാണണം. ഗലാത്യ ലേഖനത്തിൽ വരുമ്പോൾ ഗോസ്പൽ ഡിഫൻസിന് വേണ്ടി താൻ നിൽക്കുന്നുണ്ട്. അവിടെ ഇംഗ്ലീഷ് പറഞ്ഞേക്കുന്നത് ഒരു ട്രാൻസ്ലേഷനിൽ 1 ഇഞ്ച് പോലും വിട്ടുകൊടുത്തില്ലെന്ന ഗോസ്പലിൻ്റെ ഡിഫൻസ്. കാരണം ഇത് മാനിപ്പുലേറ്റ് ചെയ്യരുത്. 1 ഇഞ്ച് പോലും വിട്ടുകൊടുത്തില്ല പൗലോസ്, വഴങ്ങിക്കൊടുത്തില്ല. ഇപ്പോൾ ഗോസ്പൽ ഫുള്ളി ഷെയർ ചെയ്യാൻ പലർക്കും കഴിയാത്തത് ഈ സത്യസുവിശേഷം ടാർഗറ്റ് ചെയ്യുന്നത് മനുഷ്യൻ്റെ പാപമാണ്. അതിൻ്റെ പരിഹാരമായി സത്യസുവിശേഷം ഓഫർ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധിയാണ്. അല്ലേ? ചിന്തിച്ചാൽ മനസ്സിലാവും. സത്യസുവിശേഷം ടാർഗറ്റ് ചെയ്യുന്നത് എന്തുവാ? ഒരു മനുഷ്യനെ കാണുമ്പോൾ, രക്ഷിക്കപ്പെടാത്തൊരു മനുഷ്യനെ സുവിശേഷവുമായി സന്ധിക്കുമ്പോൾ അവൻ്റെ പാപമല്ലേ ടാർഗറ്റ് ചെയ്യുന്നത്? ലക്ഷ്യമാണ് അവൻ്റെ പാപത്തിൽ നിന്ന് അവനൊരു പരിഹാരം ഉണ്ടാവണം. അതിന് ഓഫർ ചെയ്യുന്നത് എന്തുവാ? ദൈവം തൻ്റെ പരിശുദ്ധി ഓഫർ ചെയ്തു. ദൈവം പരിശുദ്ധനായതുകൊണ്ടാണ് പാപത്തെ കണ്ടുകൂടാത്തത്. അപ്പോൾ ദൈവം തന്നെ അതിന് പരിഹാരം ഒരുക്കി. എന്താ? പരിശുദ്ധനായ തൻ്റെ പുത്രനെ ഓഫർ ചെയ്തു. ദൈവത്തിൻ്റെ പരിശുദ്ധിയാ, ദൈവത്തിൻ്റെ നീതിയാ, ദൈവത്തിൻ്റെ സ്നേഹമാ, ദൈവത്തിൻ്റെ കൃപയാ. ഹല്ലേലൂയ. അപ്പം പാപിയായിരിക്കുന്ന ഒരു മനുഷ്യന് അവൻ്റെ പാപത്തെ സുവിശേഷം ടാർഗറ്റ് ചെയ്യുമ്പോൾ അത് അവന് തീർച്ചയായിട്ടും ഒഫൻസീവാണ്. അതാണ് ക്രൂശിൻ്റെ ഒഫൻസ് എന്ന് പറഞ്ഞാൽ. സ്തോത്രം. ഇങ്ങനെ സുവിശേഷം പറഞ്ഞ പൗലോസ്, അതിലൂടെ എടുത്ത സഭ, ആ സഭ തെസ്സലോനിക്കർക്കുള്ള 1-ാം ലേഖനം 1:1 പൗലോസ് പറഞ്ഞു, തിമത്തിയോസിൽ നിന്ന് ഞാൻ ഈ റിപ്പോർട്ട് കേട്ടു നിങ്ങളെക്കുറിച്ച്. നിങ്ങൾ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലുമുള്ള സഭ. 5-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ ഈ സഭയെ എങ്ങനെയാണ് ഉടലെടുത്തതെന്നാണ് പൗലോസ് പറയുന്നത്. ഞങ്ങൾ ഈ സുവിശേഷം നിങ്ങളോട് പറഞ്ഞു. അത് വെറും വാക്കുകളായിട്ടല്ല നിങ്ങളത് ഏറ്റെടുത്തത്. അതിനകത്ത് ശക്തി വ്യാപരിക്കുന്നുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവോട് കൂടിയാണ് അത് വന്നത്. ബഹു നിശ്ചയത്തോടു കൂടിയാണ് വന്നത്.
അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. സുവിശേഷത്തിൽ തെറ്റായ പ്രഖ്യാപനം പ്രഘോഷണം നടത്തിയാൽ അത് പിന്മാറ്റത്തിൽ കലാശിക്കും. ഇതാണ് ഗലാത്യയിൽ സംഭവിച്ചത്. എന്നുവെച്ചാൽ പൗലോസാണ് അവിടെ സുവിശേഷം പറഞ്ഞ ആളുകളെ കൊണ്ടുവന്നത്. പക്ഷേ അതിനോട് കൂട്ടിച്ചേർക്കാൻ യഹൂദ മതാനുസരികളായ ചിലർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊന്നും അല്ല രക്ഷിക്കപ്പെടുന്നേ, നിങ്ങൾ പരിച്ഛേദന എന്ന കർമ്മം കൂടെ നിങ്ങൾ ഏൽക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേനും അവർ കൺഫ്യൂഷനായി. അതിനോട് പൗലോസ് എങ്ങനെയാണ് എതിർത്ത് നിന്നതെന്നുള്ളത് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം. പൗലോസ് പറയുകയാണ് 6-ാം വാക്യത്തിൽ, ക്രിസ്തുവിൻ്റെ കൃപയാൽ. അപ്പം എങ്ങനെയാണ് നമ്മെ വിളിച്ചത്? കൃപയാലാണ് വിളിച്ചത്. നിങ്ങളെ വിളിച്ചവനെ വായിച്ചാട്ടെ. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്, താങ്ക് യു, അമേസ്ഡ്, ഞാൻ ആശ്ചര്യപ്പെടുന്നു, ഞാൻ അത്ഭുതപ്പെടുന്നു. വായിച്ചാട്ടെ, ഇംഗ്ലീഷൊന്ന് വായിച്ചാട്ടെ. ഡെസേർട്ടിങ് ഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡെസേർട്ടിങ് ഹിം എന്ന് പറഞ്ഞാൽ എന്താ? കൂടെ നടന്നുകൊണ്ടിരുന്ന് കുറേ നേരം കഴിയുമ്പോൾ ആളെ കാണാനില്ല. ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ ഇത്ര വേഗത്തിൽ നിങ്ങളെ വിട്ടുകളഞ്ഞു. അതെന്താ വിട്ടുകളയാൻ കാര്യം? താഴോട്ട് പറയുന്നുണ്ട്. എന്നത്രേ. ഇപ്പൊ പൗലോസ് പറയുന്നത് വേറൊരു സുവിശേഷം എന്നവിടെ പറയുന്നത് കൊണ്ട് വേറൊരു സുവിശേഷം ഉണ്ടെന്നല്ല അർത്ഥം. പൗലോസ് പറയുന്നത് വേറെ സുവിശേഷമില്ല, ഇത് മാത്രമാണ് സുവിശേഷം. അതാ പൗലോസ് പറയുന്നത്. എന്തുകൊണ്ടാണ് പൗലോസ് ഈ സ്റ്റാൻഡ് എടുത്തെന്നറിയാം? താഴോട്ട് പറയുമ്പോൾ ഞാൻ അതോട് വായിക്കാം. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിനൊരു ദൂതനാകട്ടെ. ദൂതൻ വരുവോ? അല്ല, ദൂതൻ വന്നില്ലയോ? ദൈവസന്നിധിയിൽ നിന്ന ദൂതനല്ലേ ഇറങ്ങി വന്നേ. പൗലോസ് അത് ഓർത്തിട്ട് പറഞ്ഞതായിരിക്കാം, ഇനിയും അങ്ങനെ ഒരാൾ വന്നാൽ പോലും ഈ സുവിശേഷത്തിന് മാറ്റമില്ല. അത് അത്രയ്ക്ക് ഉറപ്പുണ്ട്. അതാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത്, ഞങ്ങൾ പൂർണ്ണ ബോധ്യത്തോടു കൂടിയായി സുവിശേഷം പറഞ്ഞതെന്ന്. വി ഹാവ് ടു ബി ഷുവർ അബൌട്ട് ദ ഗോസ്പൽ. ഇതല്ലാതെ വേറൊരു മരുന്നില്ല, ഇതല്ലാതെ വേറൊരു മാർഗമില്ല, ക്രിസ്തു അല്ലാതെ വേറൊരു മധ്യസ്ഥനില്ല. ഈ ഉറപ്പ് നമുക്കുള്ളപ്പോൾ പൗലോസ് പറയുന്നത് അത് വേറൊരു സുവിശേഷം എന്നല്ല. ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ചുള്ള ഇച്ഛിക്കുന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിന് ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. പിന്നെ നിങ്ങൾ കൈക്കൊണ്ട് സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അതെന്താണ്? കാരണം ഒരുവൻ രക്ഷിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ മുഴുവനും വില മുടക്കിയത് പിതാവ്, ദൈവമാണ്. ആ വില ഓർത്താൽ എന്താ വില? മുമ്പേ പ്രാർത്ഥിച്ചപ്പോൾ സഹിച്ചാൻ പ്രാർത്ഥിച്ചു, പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്. ഇങ്ങനെ ഇരിക്കുന്നവരല്ലേ നിങ്ങൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ നമ്മളെ ഒരാൾ വന്ന് കലക്കിയാലോ? അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് അവൻ ശരിയല്ല, അവൻ ശിക്ഷാവിധി വഹിക്കും. കാരണം ഇവിടെ പൗലോസ് ഡിഫെൻഡ് ചെയ്യുന്ന ഗോസ്പലിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചിന്തയാണ്. ആർക്കെങ്കിലും ദൈവസേനയിൽ നീതീകരിക്കപ്പെട്ടവനായി നിൽക്കാൻ കഴിയണമെങ്കിൽ അത് വിശ്വാസത്താൽ മാത്രമാണ്. അബ്രഹാം അങ്ങനെയാ പഴയ നിയമത്തിൽ നീതീകരിക്കപ്പെട്ടത്. പുതിയ നിയമത്തിലും അപ്രകാരം തന്നെയാണ് നീതീകരണമുള്ളതായി വരുന്നത്. വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണം. പറയാനോ പോരാ, പരിച്ഛേദനയും കൂടെ ഏൽക്കണോ? നോ, അത് നിങ്ങളെ കലക്കാനാ. ക്രിസ്തുവിൽ നിന്നാണ് നിങ്ങൾ മാറിയത്. അവരുടെ പിന്നാലെ പോയെന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ നിങ്ങൾ മാറിയത് എവിടുന്നാ? ക്രിസ്തുവിൽ നിന്ന് മാറരുത്. അതിന് യാതൊന്നും ഒരു വിഷയമായി ഭവിപ്പാൻ നമ്മൾ അനുവദിക്കരുത്. ഇവിടെ ദുരുപദേശമായിരുന്നെങ്കിൽ വേറെ ചിലയിടത്ത് പീഡനമാണ്, വേറെ ചിലയിടത്ത് ചിലപ്പോൾ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ കാഠിന്യമാണ്. എന്താണെങ്കിലും ക്രിസ്തുവിനെ വിട്ട് പോകുന്ന ഒരു പരിപാടിയിലേക്ക് നമ്മൾ പോകരുത്. അതിനെന്തോ വേണമെന്നറിയാമോ? സുവിശേഷത്തിൻ്റെ ബോധ്യം വേണം. സുവിശേഷം നമുക്ക് എന്താണ് ഓഫർ ചെയ്യുന്നതെന്നുള്ള ബോധ്യം നമുക്ക് വേണം. എന്താ സുവിശേഷം ഓഫർ ചെയ്യുന്നത്? നിത്യജീവൻ എന്ന് നമ്മൾ പറയും, പക്ഷേ അതിൻ്റെ വിശദീകരണം തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചതാണ്. എന്താ? നമ്മുടെ മരണം നീങ്ങി ജീവനും അക്ഷയതയും പ്രാപിച്ചതാ സുവിശേഷ നിമിത്തം.
അപ്പോൾ ഇനിയും തെറ്റരുത്, ഇനിയും തെറ്റിപ്പോകരുത്. തെറ്റിപ്പോയാൽ പൗലോസ് പറയുന്നത് പോലെ തന്നെ പൗലോസ് വീണ്ടും പറയുക, അതിന് ഞാൻ ഉത്തരവാദിയല്ല, ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇവിടെ ദേവദാസന്മാരെല്ലാം നമ്മളെ കേൾപ്പിക്കുന്ന ഇതേ കാര്യമാണ്. അവർ പറയുക സത്യം. ഹല്ലേലൂയ. പൗലോസ് പറയുന്നത് പൗലോസ് പറയുന്നത് പിന്നെ ഒരു വാക്കോട് വായിച്ചു, 2:5 കൂടെ വായിച്ചിട്ട് നിർത്തുക. സുവിശേഷത്തിൻ്റെ സത്യം. ദിസ് ഇസ് ഹൗ വി ഷുഡ് ഡിഫെൻഡ് ദ ഗോസ്പൽ. ഒരു നാഴിക പോലും വിട്ടുകൊടുക്കരുത്. വേറെ ഒന്നിനുമല്ല വഴക്കിടേണ്ടത്. നാഴിക പോലും വിട്ടുകൊടുക്കാത്ത അനുഭവം നമുക്കറിയല്ലേ, അല്ലേ? വീട്ടിനകത്ത് നമ്മൾ നാഴിക വിട്ടുകൊടുക്കുമോ? ഇല്ല. നമ്മൾ വാശി പിടിച്ച് നിൽക്കത്തില്ലേ? നിൽക്കും. പക്ഷെ നിൽക്കേണ്ടത് ഏതിനു വേണ്ടിയാ? സത്യസുവിശേഷത്തിൻ്റെ ഡിഫൻസ് അതാ. ഒരു നാഴിക പോലും വിട്ടുകൊടുക്കരുത്. എത്ര നല്ലവരായിക്കോട്ടെ, എത്രയും ഉപയോഗിക്കപ്പെടുന്നവരായിക്കോട്ടെ, എത്ര ഫേമസ് ആയിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, സുവിശേഷത്തിൽ കലർപ്പ് ചേർക്കുന്ന ഒരാളാണെങ്കിൽ ഒരു നാഴിക പോലും വിട്ടുകൊടുക്കില്ല. പൗലോസ് അതാ പറയുന്നത്, 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെ കൂട്ടിക്കൊണ്ട് വീണ്ടും യെരൂശലേമിലേക്ക് പോയി. ഞാനൊരു വെളിപ്പാടനുസരിച്ചേ പോയത്. ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. എൻ്റെ കൂടെയുള്ള തീത്തോസ് യവനനെങ്കിലും പരിച്ഛേദനയേൽക്കുവാൻ അവനെ ആരും നിർബന്ധിച്ചില്ല. അതോ നുഴഞ്ഞു വന്ന കള്ളസഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. സുവിശേഷത്തിൻ്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്കൊരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. ദിസ് ഇസ് ഹൗ വി ഡിഫെൻഡ് വാട്ട് വി ബിലീവ്. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണം ഇത് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ലഭിച്ചതല്ല. യൂദയുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധന്മാർക്കായി ഒരിക്കലായി ഇത് ഭരമേൽപ്പിച്ചതാ, ഈ അതിവിശുദ്ധ വിശ്വാസം. വി ഹാവ് ടു കണ്ടന്റ് ഫോർ ദ ഫെയ്ത്ത് എന്ന് അവിടെ എഴുതിയേക്കുന്നത്. ഇവിടെ പൗലോസ് പറയുക, വഴങ്ങിക്കൊടുക്കരുത്. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ സ്വയശക്തി കൊണ്ട് കഴിയത്തുമില്ല. അതിനാണ് നമ്മുടെ മേൽ അവൻ്റെ ആത്മാവിനെ ആക്കി തന്നിരിക്കുന്നത്. ആത്മാവിനെ കീഴടങ്ങി ഒരു ജീവിതം ചെയ്യുവാൻ നമ്മെ കർത്താവ് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്ന കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.